Hi guys, welcome back to my channel. I hope everyone is doing well. Ellarkum Eid Mubarak. I hope everyone has a happy and blessed Eid. Innu obviously biryani undakuvallo. Pakshe dessert ആയിട്ട് എന്തുണ്ടാക്കുമെന്ന് full confusion ആയിരുന്നു. അപ്പോൾ കുറേ ദിവസമായിട്ട് എൻ്റെ മൈൻഡിൽ I wanted to make the viral Dubai chocolate. ഇപ്പോൾ റമദാൻ സീരീസിൽ അത് ഇൻക്ലൂഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല. കൺഫ്യൂഷൻ വാസ് ദാറ്റ് ദുബായ് ചോക്ലേറ്റ് ഉണ്ടാക്കണോ, ഇതിന്റെ പല വേരിയേഷൻസ് ആയിട്ടാണ് വരുന്നത്. ചീസ് കേക്ക് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഐ ഫീൽ ഈദിന് വേണ്ടിയിട്ട് ആപ്റ്റ് ആയിട്ട് ചീസ് കേക്ക് ആയിരിക്കും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചോക്ലേറ്റ് ട്രൈ ചെയ്യാതിരിക്കുന്നത് ഒരു എന്തോ, അപ്പം രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് രണ്ടും കൂടി ഉണ്ടാക്കാം, നമുക്ക് കമ്പയറും ചെയ്ത് നോക്കാം ഏതാണ് ബെറ്റർ എന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് Amazonൽ നിന്ന് ചോക്ലേറ്റ് മോൾഡ് മേടിച്ചായിരുന്നു. ദിസ് ഇസ് ഫോർ മേക്കിംഗ് ദി ചോക്ലേറ്റ് ബാർ. നമുക്ക് ചീസ് കേക്കിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ ഉണ്ട്. ദിസ് ഇസ് ദി കദായിഫ് ഷ്രെഡഡ് ഫിലോ ഡോ ദാറ്റ് യു യൂസ് ഫോർ ദി ചീസ് കേക്ക് ആൻഡ് ഫോർ ദി ചോക്ലേറ്റ് ബാർ. ഇതാണ് അതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇതിനകത്താണ് ആ പിസ്റ്റാഷ്യോ ബട്ടർ ആഡ് ചെയ്തിട്ട് ഇതിന്റെ ഫില്ലിങ്ങും ചീസ് കേക്കിന്റെ ഫില്ലിങ്ങും ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം I'm gonna start with the cheese cake. എൻ്റെ കയ്യിൽ കേക്ക് ടിൻ ഇല്ല, സോ ഈ ട്രേ ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ബിസ്ക്കറ്റ് ബേസ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഇങ്ങനെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് മേടിച്ചു. ഒരു ഫുൾ പാക്കിൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ ഹാഫൊക്കെ മതി. കുറച്ച് ബിസ്ക്കറ്റ്സ് ഇത്രയും മതി. കുറച്ച് ബട്ടർ ഇതിലേക്ക് ഇടാം. ഇതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതിപ്പം ബ്ലെൻഡ് ആയിട്ടുണ്ട്. ദാ ബിസ്ക്കറ്റും ബട്ടറും ആയിട്ട് നല്ലോണം ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഈ ട്രേയിൽ മാറ്റണം ആസ് ദ ബേസ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഈവൻ ആക്കിയിട്ട് മൊത്തം ഹോൾ സർക്കിൾ കവർ ആവുന്ന രീതിക്ക് ബിസ്ക്കറ്റ് ബേസ് ഇപ്പോൾ റെഡിയാണ്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഈ ഷ്രെഡഡ് ഡോ ആൻഡ് പിസ്റ്റാഷ്യോസ് ബട്ടർ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ആ ലെയർ റെഡിയാക്കണം. അപ്പോൾ ഇതാണ് ഷ്രെഡഡ് ഡോ, കുനാഫ ഷ്രെഡഡ് ഡോ. ഞാൻ രണ്ടിനും കൂടിയിട്ടാണ് എടുക്കുന്നത്. ഫോർ ദി ചീസ് കേക്ക് ആൻഡ് ഫോർ ദി ചോക്ലേറ്റ് ബാർ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാം. ഇങ്ങനെ ജസ്റ്റ് ഇച്ചിരി ഒന്ന് കട്ട് ചെയ്തു. ഓക്കെ, പിസ്താഷ്യോ ബട്ടർ ഉണ്ടാക്കാം. പിസ്ത ആൻഡ് ബട്ടർ ആഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ഐ എം മേക്കിംഗ് ഇറ്റ് ഫ്രം സ്ക്രാച്ച്. മിക്സിക്കകത്ത് ഐ എം ആഡിങ് സം പിസ്താഷ്യോസ്. ദീസ് ആർ വിതൗട്ട് സ്കിൻ. ഇനി ഇതിനകത്ത് കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്യുവാണ്. കുറച്ച് ആഡ് ചെയ്താൽ മതി. ഇനി ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. അപ്പം പിസ്താഷ്യോ ബട്ടർ റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രീൻ കളറാണ്. ഇത് ഡാർക്കർ ഷെയ്ഡ് ഓഫ് ഗ്രീൻ ആണ്. ഇനി ഒരു പാനിൽ ബട്ടർ ആഡ് ചെയ്തിട്ട് ഈ ഷ്രെഡഡ് കുനാഫ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഇപ്പോൾ ഷ്രെഡഡ് കുനാഫ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് റോസ്റ്റ് ചെയ്യുന്നില്ല. ചിലരൊക്കെ ഒത്തിരി ബ്രൗണിഷ് പോലെ ആക്കും, പക്ഷെ അത്രയും റോസ്റ്റ് ചെയ്യുന്നില്ല. ഈ ഒരു കളറാണ്, ഇത്രയാണ് ചെയ്യുന്നത്. ഇനി ഇത് കൂൾ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ വെക്കാം. ആ സമയത്ത് നമുക്ക് നെക്സ്റ്റ് ചോക്ലേറ്റ് ബാറിനുള്ള പ്രിപ്പറേഷൻ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ മാറ്റി വെക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് ചോക്ലേറ്റ് ബാറിനുള്ള മോൾഡ്. ഇനി ഇതിന് വേണ്ടിയിട്ട് വി നീഡ് സം വൈറ്റ് ചോക്ലേറ്റ് ഫസ്റ്റ്. ഇതേപോലെ 2 ബാർ എടുത്തിട്ട് മൈക്രോവേവിൽ മെൽറ്റ് ചെയ്തെടുക്കാം. ഒരെണ്ണം കൂടി ഇത്ര മതി. ഇനി അതേപോലെ നമുക്ക് മിൽക്ക് ചോക്ലേറ്റും കൂടി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റ്, അപ്പം അതിൻ്റെ ഒരു 2 ലെയേഴ്സാണ് ടോട്ടൽ വേണ്ടത്. അതിന് ആവശ്യമുള്ള അത്രയും ചോക്ലേറ്റ് എടുത്തിട്ട് മെൽറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഒരു 3-4 സെക്ഷൻ എടുത്തിട്ട്, അപ്പോൾ ഇത് രണ്ടും വൈറ്റ് ചോക്ലേറ്റ് ആൻഡ് മിൽക്ക് ചോക്ലേറ്റ് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്യാം. അപ്പം നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ട് കിട്ടും. അപ്പം ഇനി നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് രണ്ടും മെൽറ്റ് ആയിട്ടുണ്ട്. ഞാൻ ബട്ടറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ആഡ് ചെയ്യാണ്ട് തന്നെ നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ടുണ്ട്. പിന്നെ ഇതാണ് വൈറ്റ് ചോക്ലേറ്റ്. ഇതും നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലും ബട്ടറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ അസംബിൾ ചെയ്യാൻ തുടങ്ങാം.
വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ഡ്രിസിൽ ചെയ്യാം. ഇങ്ങനെ മതി. ഇനി നെക്സ്റ്റ് ചോക്ലേറ്റിൻ്റെ ലെയർ ഈവൻ ഔട്ട് ആക്കണം എല്ലാ സൈഡിലും. ഒരു 30 മിനിറ്റ്സ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇനി ചീസ് കേക്കിനുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വി നീഡ് വിപ്പിംഗ് ക്രീം. എനിക്ക് വിപ്പിംഗ് ക്രീം കിട്ടിയില്ല, സോ ഞാൻ ഡബിൾ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 1 കപ്പ് ഹെവി ക്രീം നമുക്കിത് ബീറ്റ് ചെയ്യണം until it holds peaks. സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ നല്ല തിക്കായി. ദിസ് ഇസ് ദ കൺസിസ്റ്റൻസി വി ആർ ലുക്കിംഗ് ഫോർ. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കി ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ക്രീം ചീസ്, അതിൻ്റെ ഒരു പാക്ക് ക്രീം ചീസാണ് യൂസ് ചെയ്യുന്നത്. ഒരു 1/2 കപ്പ് പൗഡർഡ് ഷുഗറാണ്. വാനില എക്സ്ട്രാക്റ്റ്. ഇനി ഇതും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന വിപ്പിംഗ് ക്രീം അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബിസ്ക്കറ്റ് ബേസ് ഉള്ള ട്രേയിലേക്ക് മാറ്റാം. ഇതൊന്ന് ഈവൻ ഔട്ട് ആക്കാം. ഞാൻ സൈഡ്സ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ്. നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 2 to 3 hours ഫ്രിഡ്ജിൽ വെക്കണം. അത് കഴിഞ്ഞിട്ടായിരിക്കും കുനാഫ ആൻഡ് പിസ്റ്റാഷ്യോയുടെ ലെയർ ആഡ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ മേളിലായിരിക്കും ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് ഡ്രിസൽ ആക്കുന്നത്. അപ്പം ഇത് നമുക്കിനി 2 to 3 hours ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇത് കൂൾ ഡൗൺ ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിപ്പം ചീസ് കേക്കിൻ്റെ ഫില്ലിംഗ് ആൻഡ് ചോക്ലേറ്റ് ബാറിന് വേണ്ടിയിട്ടുള്ള കുനാഫയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഒരു ക്വാണ്ടിറ്റി എടുത്തേക്കുന്നത്. പിസ്റ്റാഷ്യോ ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യാം. നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പിസ്റ്റാഷ്യോയുടെ ബിറ്റ്സ് ആൻഡ് പീസസ് ഉണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. ഷ്രെഡഡ് കുനാഫ ആൻഡ് പിസ്റ്റാഷ്യോ ബട്ടർ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ചിരുന്ന ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് ഫ്രീസ് ആയിട്ടുണ്ട്. ഇനി ഇത് ഫില്ലിംഗ് കുറച്ച് നമുക്ക് ഇതിലോട്ട് ഇടാം. ഓക്കെ, അപ്പോൾ ആ ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലി മിൽക്ക് ചോക്ലേറ്റ് എൻ്റെ മേളിൽ കൂടെ ഒന്ന് പോർ ചെയ്യണം.
ചോക്ലേറ്റിൻ്റെ ലെയർ ഫുൾ ഒന്ന് ഈവൻ ഔട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഫൈനലി വൈറ്റ് ചോക്ലേറ്റും കൂടി ജസ്റ്റ് ഒന്ന് ഡ്രിസിൽ ചെയ്യാം. ഓക്കെ, റെഡി. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓക്കെ. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മുടെ ചീസ് കേക്കിൻ്റെ ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ കുനാഫ പിസ്റ്റാഷ്യോ ബട്ടറിൻ്റെ ഫില്ലിംഗ് ആഡ് ചെയ്യണം. കുനാഫ പിസ്റ്റാഷ്യോ ബട്ടർ ലെയർ ഈവൻ ഔട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഈ മെഷറിംഗ് കപ്പ് വെച്ചിട്ട് ജെന്റ്ലി ഒന്ന് പ്രസ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഇതും കൂടി ഒന്ന് ഈവൻ ഔട്ട് ആവും. ഇനി ഈ ഫൈനൽ ലെയർ ചോക്ലേറ്റ് മേളിൽ കൂടെ ഡ്രിസൽ ചെയ്യണം. ഡ്രിസൽ അല്ല, ഫുൾ ലെയർ ആണ് ചെയ്യുന്നത്. ബട്ട് ഇത് ആവശ്യത്തിനുള്ളത് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ജസ്റ്റ് ആദ്യം ഡ്രിസിൽ ചെയ്ത് നോക്കാം. ഇനി കുറച്ച് ബാക്കി വന്ന ചോക്ലേറ്റും കൂടി ഓക്കെ. അപ്പോൾ നമ്മുടെ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചീസ് കേക്ക് ഒരു 10 to 15 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മുടെ ചോക്ലേറ്റ് ബാറും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചീസ് കേക്കും കൂടി റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കാം ഏതാണ് നല്ലതെന്ന്. രണ്ടും നല്ലതായിരിക്കും, രണ്ടും നല്ല ടേസ്റ്റി ആയിരിക്കും. ബട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഏതായിരിക്കും നല്ലതെന്ന്. അപ്പം ഇതിനി സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബാർ ആൻഡ് ചീസ് കേക്ക് സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് ബാർ ആൻഡ് ചീസ് കേക്ക് ഇസ് റെഡി. Ayan is here to have a taste, alle? Yeah. You want this chocolate, right? Yeah. Okay. Let's see. What is that? That's white chocolate, Ayan. Oh, Oh. it's too good. It's too good. Oh, what is that? It's too good. Wow. It's too good. Look. Hum. You want to try? Let's see. Wow. Again? Yeah. That is what is that? Yeah. Yeah. Okay. What's Oh, that? kariketta. What's that? Huh? Hmm? Kunafa. Is it good? What is that? This is kunafa. Yeah? നല്ലോണം സെറ്റ് ആയിട്ടില്ല, കുറച്ചുകൂടി ആവണം. I want that. I want that. അടിപൊളി. Mama, I want that. Did you take this? Yeah. This is too good. Very nice. Mama, I want that. The real one ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. But this is worth having. It's too good. അടിപൊളി. Now let's try the cheesecake. Okay. അപ്പം ചോക്ലേറ്റ് അടിപൊളി ആയിട്ടുണ്ട്. Let's try how the cheesecake is. Ayan, are you coming? Yeah. You want to cut with me? Happy birthday. To you. Happy birthday to you. Happy birthday, dear Ayan. Happy birthday to you. Hold. Scooch. Scooch. Let's try. Let's try what?
Is it good? You like this? You like this or the chocolate? This one? You like this one? Ayan likes the cheesecake more. Let me try. Mama try it. Okay. Cheers. Yes. Super. So good, Ayan. So good. Yeah. ഇതിൽ രണ്ടിലും ഏതാ ബെറ്റർ എന്ന് എനിക്കറിയത്തില്ല. രണ്ടും അടിപൊളി ടേസ്റ്റ്. ആ ക്രീം ചീസിൻ്റെ ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതാണ് നമ്മുടെ ചീസ് കേക്ക് ആൻഡ് ചോക്ലേറ്റ്. ഒരു രക്ഷയില്ല, രണ്ടും ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. സോ യു ഗൈസ് ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ് ഔട്ട്. ഐ ഡോണ്ട് നോ വിച്ച് വൺ ഐ ലൈക്ക് ബെറ്റർ. രണ്ടും അടിപൊളി ടേസ്റ്റാണ്. രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചീസ് കേക്കും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്, ചോക്ലേറ്റും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അപ്പം യു ഷുഡ് ഓൾ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് ഔട്ട് അറ്റ് ഹോം. I hope you guys enjoyed watching this video. If you did, then please do subscribe to my channel. Please do like, share and comment as well. Eid Mubarak to everyone. Enjoy, and I hope you guys have a lovely and a blessed Eid. So until I see you next time in another video, bye bye. See you, take care.